15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. ഹേസുങ് പറയുവാണ്, നീ എപ്പോഴെങ്കിലും കണ്ണിന്ന് പൊന്നീച്ച് പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാനത് കണ്ടു. ആ ഡോഗൻ എൻ്റെ മുഖത്തടിച്ചപ്പോൾ അപ്പോതേ നക്ഷത്രം പോലെ എന്തോ എൻ്റെ കണ്ണിൽ തിളങ്ങുമായിരുന്നു. സൂഹ വന്ന് അവളുടെ കവളിൽ ചൂട് വയ്ക്കും. നീ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ഞാൻ അവളെ തിരിച്ചടിച്ചാ ഞാനും അവളെ പോലെ തന്നെ ആയില്ലേ? അവളെ കോടതി കയറ്റണമെന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെ അവളുടെ സാഹചര്യം ഓർത്ത് വേണ്ടെന്ന് വെച്ചു. ഡോഹൻ എവിടെയാ താമസിക്കുന്നത്? എന്താ, നീ അവളെ കൺവിൻസ് ചെയ്യാൻ പോവാണോ? അല്ല, ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാ. ഓ വേണ്ട, നീ ഇപ്പോൾ എൻ്റെ അമ്മയെ പോലെ ഉണ്ടല്ലോ. ഞാനോ? ഞാൻ എപ്പോഴും സ്കൂളിൽ നിന്ന് പിള്ളേരുടെ അടിയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ച് അമ്മ ചൂലും എടുത്തിറങ്ങും. നിന്റെ അമ്മ എങ്ങനെയായിരുന്നു? എൻ്റെ അമ്മയോ? ആ, നീ ഒരിക്കലും അമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. അവനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഞാനത് ചോദിക്കുന്നത് റൂഡാണോ? ആ അതെ, എന്നാ ഞാൻ ചോദിക്കുന്നില്ല എന്ന് അവൾ പറയും. രാത്രിയായി. പോലീസുകാർ സൂഹയുടെ വീടിന് മുന്നിൽ കാവലിരിക്കുവാണ്. ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങും. അങ്ങനെ അവരാകെ മടുത്തു. ഇങ്ങനെയാണെങ്കിൽ മിൻകുക്കിനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചാവുമെന്ന് അവർ പറയും. ആ നാശം പിടിച്ചവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ചെയ്തൂടെ? അവൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇതേ സമയം മറ്റൊരിടത്ത് ഒരാൾ ഒരു കടലാസ് മടക്കി കവറിലിടുന്നത് കാണാം. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമുള്ള മിൻകുക്ക്. ഡോഹുനിൻ്റെ വീട്ടിൽ അവൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് പറയും, ഹേസുങ് ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. അവൾ എന്നോട് പറയുക അവൾക്ക് ദാൽജുങ്ങിൻ്റെ മകളെ കണ്ടെത്തി DNA ടെസ്റ്റ് നടത്തണമെന്ന്. ആ ടെസ്റ്റ് എന്നോട് ചെയ്യാനാണ് അവൾ പറയുന്നത്. എന്താ? അവൾ പറയുക ഞാൻ അയാളുടെ മകളാണെന്ന്. എന്നിട്ട് നീ അവളോട് എന്ത് പറഞ്ഞു? ടെസ്റ്റ് നടത്താമെന്ന് സമ്മതിച്ചോ? അവൾ ഒരു നിമിഷം സ്റ്റക്കാവും. അച്ഛാ, ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയും അവൾക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെയായിരിക്കും മിക്ക അച്ഛന്മാർ റിയാക്ട് ചെയ്യുക. അവൾ കൂടുതലൊന്നും ചോദിക്കാതെ അവിടെ നിന്ന് പോകും. ഇപ്പോൾ സൂഹയെയും ഹേസുങ്ങിനെയും കാണിക്കും. അവൻ ചെന്ന് അവിടെ വന്ന കത്തുകളെല്ലാം എടുക്കും. അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അവനത് നോക്കുന്നുണ്ട്. അതിലൊരു കത്ത് കണ്ട് അവൻ തുറന്നു നോക്കും. അതൊരു പത്രവാർത്തയായിരുന്നു. അതെഴുതിയ ആളുടെ അഡ്രസ്സ് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അത് കണ്ട് സ്തബ്ധനായി അവിടെ നിൽക്കുവാണ്. ഹേസുങ്ങാണെ വർത്തമാനം പറഞ്ഞ് മുമ്പിലെത്തി. അവൾ തിരിഞ്ഞു നോക്കും. അതെന്താണെന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവൻ ആ കത്ത് ബാഗിലിട്ട് നടന്നു പോകും. ഇപ്പോൾ ഓഫീസിൽ എല്ലാവരും കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോയ് വന്ന് എല്ലാവർക്കുള്ള കത്ത് കൊടുക്കും. ഹേസുങ് ഇപ്പോൾ അവളുടേത് വായിച്ചു നോക്കുവാണ്. അതുപോലെ തന്നെ ലോയർ ചായും. സുഹയ്ക്ക് അയച്ച അതേ കത്താണ് അതിലുണ്ടായിരുന്നത്. അയാൾ പെട്ടെന്നത് മടക്കി വയ്ക്കും. അവൾ ചോദിക്കും, ഈ കത്ത് എനിക്കുള്ളത് തന്നെയാണോ? ഇതൊരു ന്യൂസ് പേപ്പർ പോലെ ഉണ്ടല്ലോ. ഇതാരാണവോ എനിക്ക് അയച്ച്? അഡ്രസ്സ് മാറിപ്പോയതാവുന്നോർത്ത് അവൾ അതെടുത്ത് മാറ്റിവെക്കും. ലോയർ ചാ ആരും അറിയാതെ ആ കത്ത് അടിച്ചു മാറ്റും. എന്നിട്ട് അതുമായി പുറത്തേക്ക് പോകും. അയാൾ പുറത്ത് പോലീസുകാരുടെ അടുത്ത് ചെന്ന് ആ കത്തിൻ്റെ കവർ മാത്രം കൊടുത്തിട്ട് പറയും, ഇതാരാ അയച്ചതെന്ന് കണ്ടെത്തണം. ഇത് മിൻകുക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഫീസിലേക്ക് ഡോഹുൻ വരും. അവളെ കണ്ടതും ഹേസുങ് കവള് രണ്ടും പൊത്തിപ്പിടിച്ച് പേടിച്ച് നിൽക്കും. സൂഹിയും പുറകെ തന്നെ വരുന്നുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ശരി, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരൊരു റൂമിലേക്ക് പോകും. ഇതെന്താ ഇത്ര ടെൻഷൻ പിടിച്ച കാര്യമെന്ന് പറഞ്ഞ് ചോയ് പതിയെ അവർ പറയുന്നത് ഒളിച്ച് കേൾക്കാനായി പോകും. മൂത്ത വക്കീൽ അവനെ പിടിച്ചു വലിച്ച് വാ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയും. എനിക്ക് മാത്രമേ ഇവർ സംസാരിക്കുന്നത് എന്താണെന്നുള്ള ക്യൂരിയസ് ഉള്ളൂ. അപ്പോൾ ഇവനിവിടെ നിൽക്കുന്നതോ? വാ സുഹ, നമുക്ക് പുറത്ത് നിൽക്കാമെന്ന് മൂത്ത വക്കീൽ പറയും. എനിക്ക് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഓൾറെഡി അറിയാം. ആണോ? എങ്കിൽ നീ വാന്നും പറഞ്ഞ് മൂത്ത വക്കീൽ ചോയെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുപോകും. ഇപ്പോൾ ഉള്ളിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അതിനാണ് ഞാൻ വന്നത്. എങ്കിൽ പറ. നീ അന്ന് എന്നോട് പറഞ്ഞത് അത് അസംബന്ധമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഏതെങ്കിലും ചാൻസിൽ അത് ശരിയായാൽ എൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനോ? ഏത് അച്ഛൻ? അവൾക്ക് ദേഷ്യം വന്ന്, എനിക്ക് ഒരേ ഒരു അച്ഛനേ ഉള്ളൂ, അത് മുൻപും ഇനിയും സെയിം ആയിരിക്കും. ദാൽജുങ്ങിന് നിന്റെ അച്ഛനിൽ നിന്ന് ഒരു അപ്പോളജിയാണ് വേണ്ടത്. അയാളുടെ കേസ് തെറ്റായിരുന്നെങ്കിൽ അത് ജഡ്ജിയുടെ കുറ്റമല്ല, പ്രോസിക്യൂട്ടറുടെയോ അറ്റോർണിയുടെയോ തെറ്റാണ്. ഹേസുങ് അവളോട് എന്ത് പറയണമെന്നറിയാതെ വിഷമിക്കും. ആ ട്രയൽ തെറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷമുള്ള നിന്റെ അച്ഛൻ്റെ പ്രവൃത്തിയായിരുന്നു തെറ്റ്. ട്രയലിന് ശേഷമോ? ട്രയൽ അവസാനിച്ചതിന് ശേഷം ദാൽജുങ്ങിൻ്റെ ഭാര്യ നിന്റെ അച്ഛനെ വന്നു കണ്ടു. എന്താ? അയാൾ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതിയ ആൾ അയാളെ കാണാൻ വന്നു. ഫ്ലാഷ് ബാക്കിൽ ആ സ്ത്രീ ജഡ്ജിനെ വന്ന് കണ്ട് എൻ്റെ മകളെ നിങ്ങൾ ദത്തെടുക്കണമെന്നും ഞാൻ ആരുടെയും മുമ്പിൽ വരാതെ ഇനി ജീവിച്ചു കൊള്ളാമെന്നും പറയുന്നത് കാണിക്കും. നിന്റെ അച്ഛൻ അവരുടെ പ്രൊപ്പോസൽ സ്വീകരിച്ചു. ആ മകളാണ് നീ. അവൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്, നിന്റെ സമനില തെറ്റിയോ? ഏത് നോവലാണ് നീ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ അച്ഛൻ്റെ ആദ്യ കേസായിരുന്നു അത്. അതിൽ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അയാൾ ആ പ്രൊപ്പോസൽ ഏറ്റെടുത്തത്. നിന്നോട് നിർത്താനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു അടി പൊട്ടുന്ന ശബ്ദം കേട്ട് സുഹ ഉള്ളിലേക്ക് കയറി ചെല്ലും. സുഹ ദേഷ്യപ്പെട്ട് അവളുടെ കൈ പിടിച്ച്, നീ എന്താ ചെയ്യുന്നേ? വേഗം അവളോട് മാപ്പ് പറ. എന്നെ വിടെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കും. അവൾ മനസ്സിൽ പറയുന്നത് അവൻ കേൾക്കും. അച്ഛാ, ഇത് സത്യമല്ല എന്ന് പറ. അവൻ അവൻ്റെ കാര്യം ഓർക്കും. പണ്ട് ഫിഷിംഗ് പൂളിൽ വെച്ച് അവൻ്റെ അച്ഛനെക്കുറിച്ച് മീൻകുക്ക് പറഞ്ഞതിന് ശേഷം അവൻ ഓടിയത്. അച്ഛാ, ഇതൊന്നും സത്യമല്ല എന്ന് പറ. അവൻ അവളുടെ കൈ വിടും. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും.
ഹേസിങ് അവളുടെ പുറകെ പോയി വിളിക്കാൻ ഒരുങ്ങുമ്പോൾ സൂഹ അവളെ തടയും. അവളെ വിട്ടേക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും ജഡ്ജിയെ കൊണ്ട് ദാൽജുങ്ങിനോട് മാപ്പ് പറയിച്ചേ മതിയാകൂ, ഞാൻ പോയി അവളെ കൺവിൻസ് ചെയ്യാം. സുഹ അവളെ പിടിച്ചുകൊണ്ട്, കുറച്ച് സമയം എടുക്ക്, അവൾക്കിപ്പോൾ അവളുടെ ലോകം കീഴ്മേൽ മറയുന്നതായി തോന്നുന്നുണ്ടാവും. അവൾ ഇത്ര കാലം വിശ്വസിച്ച അവളുടെ അച്ഛനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു മോശം കാര്യം കേട്ടത്. അവളതെല്ലാം പെട്ടെന്ന് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്. ഇനി സമയമൊന്നുമില്ല, ദാൽജുങ്ങിന് ഒട്ടും സമയം അവശേഷിക്കുന്നില്ല. സുഹ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ പെട്ടെന്ന് ഡോഹുനിന്റെ സൈഡ് പിടിക്കുന്നേ? സത്യം കുഴിച്ചു മൂടാൻ എന്തിനാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? സത്യം മൂടി വയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നേ, ഞാൻ നിന്നോട് നിന്റെ കണ്ണ് തുറന്ന് അവളെ നോക്കാനാ പറയുന്നേ. ഇതേ സമയം ഡോഹുൻ, അവൾ ആകെ തകർന്നു പോകും. അവളുടെ നെഞ്ച് വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നും. ഹേസുങ്ങും സുഹയും കൂടി വീട്ടിലെത്തുമ്പോൾ അവൾ റൂമിനുള്ളിൽ കയറി പറയും, സുഹ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ചെല്ലുമ്പോൾ റൂം പൂട്ടിയിട്ടിട്ടുണ്ടാവും. നീ പുറത്ത് നിന്ന് സംസാരിച്ചാൽ മതി, എൻ്റെ തലയിലൂടെ ഇപ്പോൾ ഭീകരമായ ചിന്തകളാണ് പോകുന്നത്. ആ, എങ്കിൽ സംസാരിക്കുക. ഡോഹുൻ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എന്ത് തെറ്റാ ചെയ്തേ? ദൈവമേ, നീ ഇപ്പോൾ അവളുടെ സൈഡ് പിടിക്കുവാണോ? അത് അവളുടെ അച്ഛനല്ലേ തെറ്റ് ചെയ്ത്, അവൾക്ക് എങ്ങനെ അച്ഛനെ തള്ളിക്കളയാനാവും? ഹേസിങ് ഉള്ളിൽ നിന്ന് പറയും, അവളും അവളുടെ അച്ഛനെ പോലെ തന്നെയല്ലേ. അയാൾ ചെയ്തതറിഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ അവളും അതിന് കൂട്ടു നിൽക്കുകയല്ലേ. അവൻ ആകെ വല്ലാണ്ടാവും. അവളിപ്പോൾ തെറ്റാ ചെയ്യുന്നേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. അവൻ അവൻ്റെ റൂമിൽ ഇരുട്ടത്ത് ചെന്നിരുന്ന് ആലോചിക്കുവാണ്. ഞാൻ നിന്റെ അച്ഛനെ കൊന്നതുപോലെ നിന്റെ അച്ഛൻ എൻ്റെ ഭാര്യയെയും കൊന്നു. അതുപോലെ ഹേസെന്ന് പറഞ്ഞ കാര്യവും അവളുടെ അച്ഛൻ ചെയ്തറിഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ അവളും അതിന് കൂട്ടു നിൽക്കുകയല്ലേ. അവൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കും. പിറ്റേ ദിവസം സൂഹ വന്ന് അവിടെ വന്നിട്ടുള്ള കത്തുകളെല്ലാം കളക്ട് ചെയ്യും. അന്നത്തെ പോലെ ഒരു കത്ത് വീണ്ടും വന്നിട്ടുണ്ട്. മറ്റൊരു പത്രവാർത്തയാണതിൽ. അതെഴുതിയ ആളുടെ പേര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ദേഷ്യപ്പെട്ട് അത് വലിച്ചു കീറി ബാഗിലിടും. ഹേസിങ് ഇപ്പോൾ വെൽഡിങ്ങാരൊക്കെ ഇടുന്ന പോലെ ഒരു ഷീൽഡ് ഇട്ട് പുറത്തേക്ക് വരും. ഹേ, ഞാൻ നിന്റെ കണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയാണോ അതിട്ടേ? ആ, അതെന്ന് അവൾ പറയും. വഴിയെ പോകുന്നവരെല്ലാം അവളെ നോക്കി ചിരിക്കും. അങ്ങനെ അവർ നടന്ന് ഓഫീസിലെത്തുമ്പോൾ ഹെസുങ് എന്ന് വിളിച്ചുകൊണ്ട് ലോയർ ചാ വരും. അയാൾ അവളുടെ മുഖത്തെ മാസ്ക് കണ്ട് അവളെ കളിയാക്കും. എനിക്ക് സൂഹയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് അയാൾ പറയും. അയാളിപ്പോൾ അവന് കുറച്ച് ഫോട്ടോസ് കൊടുക്കുവാണ്. അവൻ നോക്കുമ്പോൾ അത് മിൻകുക്കിൻ്റെ ഫോട്ടോസ് ആയിരുന്നു. ഈയിടെ എനിക്കും ഹെസുങ്ങിനും ഒരു കത്ത് വന്നു. ഹെസുങ് അറിയാതെ ആ കത്ത് അയച്ചതാരാണെന്ന് അന്വേഷിക്കാൻ ഞാൻ പോലീസുകാരോട് പറഞ്ഞു. അവരാണിത് കണ്ടെത്തിയത്. അവൻ്റെ ഇപ്പോഴത്തെ രൂപം നീ അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. മിൻകുക്ക് ഈ കത്ത് ഹേസിങ്ങിന് അയച്ചിരുന്നോ? ഓ, നിനക്കും അയച്ചിരുന്നോ? ആ, അവൾ ഈ കത്ത് കണ്ടോ? കണ്ടു, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അവളറിയാതെ പിന്നെ വരുന്ന കത്തുകളെല്ലാം അടിച്ചു മാറ്റാൻ തുടങ്ങി. അതുകൊണ്ട് നീ പേടിക്കേണ്ട, അവളിത് കണ്ടെത്തില്ല. താങ്ക് യു എന്ന് പറഞ്ഞ് അവർ പോകും. പക്ഷേ അവൻ തിരിഞ്ഞ്, നിങ്ങളെന്തിനാണ് ഇത് ചെയ്യുന്നേ? അവൻ അടുത്തേക്ക് വന്ന്, എനിക്കറിയാം നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെന്ന്, പിന്നെന്തിനാ എന്നെ സഹായിക്കുന്നേ? നിങ്ങൾ നല്ല ജോലിയും പേരൻസും ഒക്കെയുള്ള നല്ല ഒരാളാണെന്ന് ഷോ ഓഫ് ചെയ്യാനല്ലേ? അയാൾ അവൻ്റെ മുഖത്തിനിട്ട് ഒരു ഇടി കൊടുക്കും. പാർക്ക് സുഹ, ഹേസുങ് എനിക്കൊരു ചാൻസ് പോലും തന്നില്ല. അവൾ നിന്നെയാണ് ചൂസ് ചെയ്തേ. അതുകൊണ്ട് വെറുതെ ചിലക്കാതെ അവൾ എന്തിനാ നിന്നെ ചൂസ് ചെയ്തതെന്ന് എന്നെ കാണിക്കാൻ നോക്ക്. നീ ഇപ്പം പെരുമാറുന്നത് കണ്ടിട്ട് അവൾ എന്തിനാ നിന്നെ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ അവിടുന്ന് പോകും. ഹേസുങ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഡോഹുനിനെ കാണും. അവൾ കവള് രണ്ട് പൊത്തിപ്പിടിക്കും. ഞാൻ DNA ടെസ്റ്റ് എടുക്കാം. ഹേസുങ് അന്തം വിടും. പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോഹൻ വന്ന് ടെസ്റ്റ് നടത്തുന്നത് കാണിക്കും. ദാൽജുങ് മൂത്ത വക്കീലിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞ്? എൻ്റെ മകളെ കണ്ടെത്തിയെന്നോ? അതെ, അവൾ DNA ടെസ്റ്റ് നടത്താമെന്നും സമ്മതിച്ചു. അവൾ എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടാണോ വളർന്നേ? ആ, അതെ. എനിക്ക് എപ്പോഴാണ് അവളെ കാണാൻ കഴിയുക? അവൾ എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞില്ലേ? മൂത്ത വക്കീൽ അയാളുടെ കൈ പിടിച്ചുകൊണ്ട്, അത് ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് എന്നെ കാണണ്ടേ? അതല്ല, അവൾക്കിപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ, മനസ്സിലായി. ഞാനോർത്തു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മകൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന്. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വന്ന കേസ് നമുക്ക് അനുകൂലമാകും. ഇപ്പോൾ ലോയർ ചാ വന്ന കത്തുകളിലെ വിവരങ്ങളെല്ലാം വെച്ച് ഇൻ്റർനെറ്റിൽ പരിശോധിക്കുകയാണ്. അതിൽ റിപ്പോർട്ടറുടെ പേരും ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങളെല്ലാം സെർച്ച് ചെയ്യും. അതുപോലെ തന്നെ സൂഹയും ഇത് പരിശോധിക്കുകയാണ്. ആ കത്തിലുണ്ടായിരുന്നത് പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറിയെക്കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചും എല്ലാം അവനും വിവരം ശേഖരിക്കും. ഡോഹൻ ഇപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ അവൾക്കൊരു കോള് വരും. ഹലോ, റിസൾട്ട് വന്നെന്നോ? എന്താ റിസൾട്ട്? അവൾ ആ മറുപടി കേട്ട് വിഷമിക്കും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും.